ജനിതക മാറ്റം വരുത്തിയ ബി.ടി. വഴുതനയ്ക്കെതിരെ നടന്ന വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് യു.പി.എ. സർക്കാർ ഇത്തരം വിളകൾക്കെതിരെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം തുടരുന്നതിനിടെയാണ് എൻ.ഡി.എ. സർക്കാർ ജി.എം. കടുകിന് അംഗീകാരം നൽകാനുള്ള നീക്കം നടത്തുന്നത്. ഡൽഹി സർവകലാശാല കീഴിലെ ജനറ്റിക് മാനിപ്പുലേഷൻ സെന്ററാണ് ജി.എം. കടുക് വികസിപ്പിച്ചത്. ജനിതക സാങ്കേതിക വിദ്യയിലൂടെ വിത്തുകൾ വികസിപ്പിച്ചെടുക്കുന്നത് ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുണകരമല്ലെന്നും ജൈവസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതികൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ പരമ്പരാഗതമായുള്ള വിളകളിൽ ജനിതകമാറ്റ പരീക്ഷണങ്ങൾ നടത്തരുതെന്ന സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. കർഷകർക്കും ഉപഭോക്താവിനും വിത്തും ഭക്ഷണവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന കുത്തകവൽക്കരണമാണ് ജി.എം. പരീക്ഷണത്തിലൂടെ നടക്കുന്നതെന്നാണ് ആരോപണം. സംസ്ഥാനങ്ങളുടെ അധികാരത്തിനുമേലുള്ള കേന്ദ്രത്തിന്റെ കൈകടത്തൽ കൂടിയാണ് ഈ നീക്കമെന്ന് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ശാസ്ത്രീയമായ നമ്മുടെ നാടിനെ തന്നെ അപകടപ്പെടുത്തുന്ന തീരുമാനമെടുക്കുന്നത് അപലപനീയമാണ്. ഗവൺമെന്റ് അതിൽ നിന്നും ഏത് സാഹചര്യത്തിലാണെങ്കിലും പിന്മാറുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. തീർച്ചയായിട്ടും ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെടുന്ന ഒരു കാര്യമാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതിന്റെ മേൽ കേന്ദ്ര ഗവൺമെന്റ് ഏകപക്ഷീയമായ ചില തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ ഒരു ഫെഡറൽ സംവിധാനത്തെ തന്നെ ഇത് ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര കൃഷിമന്ത്രി രാധാ മോഹൻ സിംഗ് ഈ മാസം 29-ന് കേരളത്തിലെത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം നേരിട്ട് അറിയിക്കുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. ജി.എം. വിത്തുകൾക്കെതിരെ ഗാന്ധി ജയന്തി ദിനത്തിൽ ദേശവ്യാപകമായി നടക്കുന്ന കടുക് സത്യാഗ്രഹത്തിൽ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും കർഷക സംഘടനകളും പങ്കുചേരും. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.